ഇല്ല മോനെ, ഞാൻ കരയുന്നില്ല. ഉപ്പാക്ക് പൊരുത്തപ്പെട്ടതാ മോൻ. ഉപ്പ നിസ്സഹായനാണ്. ഇങ്ങനെ ഒരു ഗതികേടാണ് എന്റെ കുഞ്ഞിന്റെ മുമ്പില്, രോഗിയായ മോന്റെ മുമ്പില് ഇങ്ങനെ പറയാൻ എന്നെ കൊണ്ട് എനിക്ക് വേറെ മാർഗമില്ല കുഞ്ഞ്. നീ ഒന്ന് സന്തോഷത്തോടെ എനിക്ക് കാണാൻ വേണ്ടി മാത്രമാണ് കുഞ്ഞ്. എന്റെ കുട്ടിയുണ്ടല്ലോ, ഏറെ വർഷമായി എന്റെ മോൻ വേദന അനുഭവിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ സഹായം അഭ്യർത്ഥിക്കുന്നു. പലരും പല നിലക്കും പറയുന്നുണ്ട് അത് തട്ടിപ്പിന് വേണ്ടിയാണ്, തട്ടിപ്പിന്റെ കണ്ണീരാണ്, അല്ലെങ്കിൽ കോടികൾ സമ്പാദിക്കാനാണ്, ലക്ഷങ്ങൾ ഉണ്ടാക്കി വെക്കാനാണ്. ഞാൻ ഒരൊറ്റ കാര്യം എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കോടികൾ ലക്ഷങ്ങൾ എനിക്കുണ്ടായിട്ട് എന്ത് കാര്യമാണ്? എന്റെ ഈ കുട്ടിക്ക്, എന്റെ ഇപ്പൊ ഇതുണ്ടല്ലോ, എന്റെ കുഞ്ഞിനുണ്ടല്ലോ, ഇപ്പൊ ഒരു നല്ല ഭക്ഷണം എന്റെ കുഞ്ഞിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യമാണ് ഈ പണം കൊണ്ടൊക്കെ ഉണ്ടാവുക? എന്റെ മോൻ എന്നോട് ചോദിക്കുന്നു ചോദ്യത്തിന്റെ മുമ്പില് മറുപടി പറയാൻ പറ്റാത്ത ഈ ലോകം ഏറ്റവും ഗതികേടുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ലിംഫോമാറ്റം എന്ന മാരകമായ അസുഖം ബാധിച്ച് കഴിഞ്ഞ 7.5 വർഷക്കാലം ദുരിത ജീവിതം നയിക്കുന്ന കേവലം 8 വയസ്സുകാരനായ അനീസ് മോൻ എന്ന കുഞ്ഞു മാലാക. ഈ ഉപ്പാനെ സ്മരിക്കണം നമ്മളൊക്കെ, ഈ ഉപ്പാനെ നമ്മൾ ബഹുമാനിക്കണം. ആ കുഞ്ഞിനെയും കൊണ്ട് ഓടാത്ത ഇടങ്ങളില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും തന്റെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓരോ ഹോസ്പിറ്റലിന്റെ പടിവാതിലേക്കും കാലെടുത്ത് വെക്കുമ്പോ ആ മനുഷ്യന്റെ ഉള്ളില് ഒരു ആഗ്രഹം ഉണ്ടാവും, എന്റെ പൊന്നുമോനൊന്ന് ഭക്ഷണം കഴിച്ച് കാണണമെന്ന്. ആ പൊന്നുമോനൊരു രുചിയുള്ള ഭക്ഷണം കഴിച്ച് കണ്ടിട്ട് എനിക്ക് ഈ ഓട്ടം നിർത്താലോ എന്നുള്ള ആ ഒരു മനസ്സും വെച്ചിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ ഓടുമ്പോ, ഈ മനുഷ്യനെ നമ്മളൊക്കെ സ്മരിച്ചാൽ മതിയാവോ പ്രിയപ്പെട്ടവരെ? ഈ മനുഷ്യൻ ഇന്ന് തന്റെ പൊന്നുമോനെയും കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ കൈകൂപ്പുന്നത് ഒരുപാട് പണം സമ്പാദിക്കാനല്ല, പണം ഉണ്ടാക്കി വെച്ചിട്ട് അതുകൊണ്ട് ആർഭാട ജീവിതം നയിക്കാനല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ കോടികള് അക്കൗണ്ടിൽ വന്നിട്ട് ആർഭാട ജീവിതം നയിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ആ മനുഷ്യൻ പറയുന്ന വാക്കുകളിന്റെ പ്രിയപ്പെട്ട നന്മയാർന്ന പ്രവാസികളടക്കമുള്ള നിങ്ങളൊക്കെ കേട്ടു. എനിക്കൊരുപാട് പണം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്റെ ജീവന്റെ ജീവനായ എന്റെ കുഞ്ഞു പൈതല് എന്നോട് ചോദിക്കുകയാണ് എനിക്ക് എന്റെ ഭക്ഷണം വേണമെന്ന്. ഞാനത് കൊണ്ടു കൊടുക്കുമ്പം അതവന് കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹതഭാഗ്യനായ പിതാവാണ് ഞാനെന്ന് പറഞ്ഞ് തന്റെ പൊന്നുമോന്റെ ചാരത്തിരുന്ന് പൊട്ടിക്കരയുന്ന ഈ മനുഷ്യനെ നന്മയാർന്ന് നിങ്ങൾ ആരും തട്ടിമാറ്റരുത്. അത്രത്തോളം വേദനയോടുകൂടി ആ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് തന്റെ മാനവും അഭിമാനവും എല്ലാം പണയപ്പെടുത്തി നിങ്ങൾക്കൊക്കെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ്, ആ മനുഷ്യൻ അത്രയും പ്രിയപ്പെട്ടതാണെന്നാ. ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും മറുപടി ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയുമെന്ന് ആ പിതാവിന്റെ ആഗ്രഹം കൊണ്ടാ പ്രിയപ്പെട്ടവരെ. ആരും കളിയാക്കരുത്. ഒരു ഉപ്പയാണ് ആ പിഞ്ചു പൈതലിനെ മടിയിലിരുത്തിയിട്ടേ നമ്മളെ മുന്നിൽ കൈകൂപ്പുന്നത്. മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള മക്കളോട് സ്നേഹമുള്ള ഒരു മാതാപിതാക്കൾക്കും ഇത് കണ്ട് തട്ടിമാറ്റാൻ കഴിയില്ല. അത്രത്തോളം ദുരിത ജീവിതം നയിക്കുന്ന ഈ മനുഷ്യരെ, ഈ കുടുംബത്തിനെ നിങ്ങളൊന്ന് കാണണം, നിങ്ങളൊന്ന് സഹായിക്കണം. അത്രത്തോളം അനുഭവിച്ച് ഈ മനുഷ്യൻ തന്റെ പൊന്നുമോന്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രത്തോളം കയ്യിന്ന് പോയിട്ടാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാലേ നമുക്ക് നിങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ടും നമുക്ക് ആ പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് പാതി വഴിയിൽ മുടങ്ങാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് പ്രാർത്ഥിക്കണം, എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവര് അവന് വേണ്ടി ഓരോ നിമിഷവും ഒന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഒരു മകനെയും കൊണ്ട് ഈ മനുഷ്യൻ നടക്കുമ്പോ അതിനെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും നിൽക്കുന്ന നിങ്ങളോടൊക്കെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ആർക്കും
ഇതുപോലുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന്